പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 8 നെക്സ്റ്റ് പാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനി നമ്മൾ നോക്കുന്നത് മൾട്ടിപ്ലൈയിങ് ടു ഫ്രാക്ഷൻസ്. രണ്ട് ഫ്രാക്ഷൻസിനെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. We know that Aaron's pet tortoise can walk only 1/4 kilometer in 1 hour. How far can it walk in half an hour? അപ്പം നമുക്കറിയാം ആരോൻ്റെ ടോട്ടോയിസിന് ഒരു മണിക്കൂറിൽ 1/4 കിലോമീറ്ററേ നടക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ ഹാഫ് അവറിൽ ഇതിന് എത്ര ദൂരം നടക്കാനായിട്ട് കഴിയുമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒരു കോളം വരച്ചത് തന്നിട്ടുണ്ട്. 1 അവറിൽ 1/4 കിലോമീറ്റർ. അപ്പോൾ ഹാഫ് അവറിൽ എത്ര ദൂരം നടക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഹാഫ് അവർ എന്ന് പറയുന്നത് എന്താണ്? 1 അവറിൻ്റെ നേരെ പാതിയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്താവും? നേരെ പാതിയാവും. അതായത് 1/4 ഡിവൈഡഡ് ബൈ 2 ആവും. എന്ന് പറയുന്നത് എന്താണ്? 1/4 ഇൻറ്റു എന്താവും? ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. 2ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1/2. അപ്പോൾ 1/4 ഇൻറ്റു 1/2 അല്ലെങ്കിൽ 1/2 ഇൻറ്റു 1/4 എന്നാവും. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നിവിടെ നമ്മളോട് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1 അവർ എന്ന് പറയുന്നത് 1/4 കിലോമീറ്റർ ആണ്. ദെയർഫോർ ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഹാഫ് ആൻ അവർ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് വി ഗെറ്റ് ബൈ ഡിവൈഡിങ് 1/4 ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. അതായത് 1/4നെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വലാണ്. അതാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു യൂണിറ്റ് സ്ക്വയർ എടുത്ത് ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യൂണിറ്റ് സ്ക്വയർ. ഈ യൂണിറ്റ് സ്ക്വയറിനെ 1/4 ഈക്വൽ പാർട്സ് ആയിട്ട് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനാണ് 1/4. മനസ്സിലായല്ലോ? 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതുകൊണ്ട് ഡിനോമിനേറ്റർ 4. ഷെയ്ഡ് ചെയ്ത പോർഷൻ 1 ആണ്. അപ്പം ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ എന്താണ് ഫ്രാക്ഷൻ വരിക? 1/4 എന്ന് നമുക്ക് കിട്ടും. ഈ 1/4നെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 1/4നെ ഇതിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 1/4നെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതേതാണ്? ഈ ഷെയ്ഡ് ചെയ്ത ഈ ഒരു പോർഷനാണ്. ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ ഇപ്പോൾ ഇതിൽ എത്രയാണ്? മൊത്തം ഇപ്പോൾ ഇത് 8 ഈക്വൽ പാർട്സ് ഉണ്ട്. അതിൽ ഈ ഒരു പോർഷനാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതെന്ന് പറയുന്നത് എത്രയാണ്? 1/8 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 1/4 എന്ന് പറയുന്നത് എന്ത് വരും? 1/8 വരും. ഇനി നോക്കി, ഇഫ് ദ ടോട്ടോയിസ് walks faster and it can cover 2/5 kilometer in 1 hour, how far will it walk in 3/4 of an hour? അപ്പോൾ 1 അവറിൽ 2/5 കിലോമീറ്റർ കവർ ചെയ്യുകയാണെങ്കിൽ 3/4 അവേഴ്സിൽ എത്ര ദൂരം നടക്കാനായിട്ട് കഴിയും? അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1 അവറിൽ 2/5 കിലോമീറ്റർ ആണ്. അപ്പോൾ 3/4 അവറിൽ എത്ര ദൂരം നടക്കാനായിട്ട് കഴിയും? അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം 1/4 അവറിൽ എത്ര ദൂരം നടന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് വേണേൽ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. 3/4 ഇൻറ്റു 2/5 ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ. ഫസ്റ്റ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1/4 ഓഫ് ആൻ അവർ. അതാദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ 1 അവറിൻ്റെ 1/4 എന്ന് പറയുമ്പോൾ 1 അവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ദ റിസൾട്ട് ബൈ 3 ടു ഗെറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 3/4 ഓഫ് ആൻ അവർ. അപ്പോൾ ഈ കിട്ടിയ റിസൾട്ടിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/4 നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 1/4 അവറിൽ എത്ര ദൂരം ഇത് ചെയ്തതെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ കവേർഡ് ഇൻ 1/4 ഓഫ് ആൻ അവർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 2/5നെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വലാണ്. കാരണം എന്താ?
1 അവറിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 1/4 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 1/4 അവറിലെ ഡിസ്റ്റൻസ് കിട്ടണേ നമ്മൾ എന്ത് ചെയ്യണം? 2/5നെയും 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 2/5 ഡിവൈഡഡ് ബൈ 4 ഇതെന്ന് പറയുന്നത് എന്താണ്? 2/5 ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും 4ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1/4. അപ്പോൾ എന്ത് വരും? 1 × 2 2, 5 × 4 20, 2/20 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് യൂണിറ്റ് സ്ക്വയറിൽ ഇത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 2/5 എന്ന് പറയുന്നത് എന്താ? ഈ യൂണിറ്റ് സ്ക്വയറിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യുന്നു. അതിലെ 2 പോർഷനാണ് 2/5 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതിൽ ഈ 2 പോർഷൻസ് ചേർന്ന് വരുന്നതാണ് 2/5. ഒന്നുകൂടെ ഞാൻ ഇങ്ങോട്ട് വരച്ച് കാണിക്കാം. ഇതാണ് യൂണിറ്റ് സ്ക്വയർ. അതിനെ 1 2 3 4 5 ഇങ്ങനെ ചെയ്തു. ഇതിൽ വരുന്ന ഈ 2 പോർഷനാണ് 2/5. ഇനി ഈ 2/5നെ എന്ത് ചെയ്യുന്നു? വീണ്ടും 4 ഈക്വൽ പാർട്സ് ആയിട്ട്, അതായത് ഈ 5 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തതിനെ നമ്മൾ വീണ്ടും 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 2/5 എന്ന് പറയുന്നത് ഇത് മൊത്തമായിരുന്നു. അതിനെ വീണ്ടും 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് വന്നു? ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഇത്രയും വരും. മനസ്സിലായല്ലോ? അതിനെ 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ വന്നത് ഇത്രയുമാണ്. മൊത്തം 20 പാർട്സ് ഉണ്ട്. അതിലെ 2 പാർട്സ്. അപ്പോൾ എന്ത് വരും? 2/20 എന്ന് വരും. സോ ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1/4 ഓഫ് ആൻ അവർ എന്ന് പറയുന്നത് എന്താണ്? 2/20 ആണ്. അപ്പോൾ 1/4 അവറിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2/20 ആണ്. അപ്പോൾ 3/4 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ റിസൾട്ടിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നൗ വി നീഡ് ടു മൾട്ടിപ്ലൈ 2/20 by 3. അപ്പോൾ എന്ത് വരും? അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കവേർഡ് 3/4 ഓഫ് ആൻ അവർ എന്ന് പറയുന്നത് എന്താണ്? 3 × 2/20 ദാറ്റ് ഈസ് 6/20. 6/20 നമുക്ക് 2 കൊണ്ട് ഡിവിഷൻ ചെയ്യാം. 6 ഡിവൈഡഡ് ബൈ 2 ഈസ് 3, 20 ഡിവൈഡഡ് ബൈ 2 ഈസ് 10. അപ്പോൾ 3/10 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? 3/4ഉം 2/5ഉം കൂടെ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഒറ്റ സ്റ്റെപ്പിൽ നമ്മുടെ കാര്യം കഴിയും. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചതെന്നാണ് ഇത്രയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. 1 അവറിൽ 2/5 ആയിരുന്നു. അപ്പം ഇത് മനസ്സിലാകാത്ത സ്റ്റുഡൻസ് കാണും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ ഇത്രയും പറയുമ്പോൾ ചിലർക്ക് അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ 1 അവറിൽ 2/5 കിലോമീറ്റർ. അപ്പോൾ 1/4 അവറിൽ എന്തായിരിക്കും? 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യണം? 2/5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 2/5 ഫ്രാക്ഷൻ്റെ ഡിവിഷൻ വരുമ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് 1 അതേപോലെ എഴുതും. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും 4ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1/4. അപ്പോൾ നമുക്ക് 2/5 × 4 20 എന്ന് കിട്ടും. ഇനി നമുക്ക് 3/4 അവേഴ്സിലെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3/4 എന്ന് പറയുന്നത് എന്താ? 1/4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണല്ലേ. അപ്പോൾ 3 × 1/4. അപ്പോൾ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2/20യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 3/4 അവേഴ്സിൽ എന്ത് വരും? 3 × 2 6, 6/20. 6/20 ആണ് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 3/10 എന്ന് എഴുതിയത്. ഇത്രയേ ഉള്ളൂ കാര്യം. അതവർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കിയേ, ഇവിടെ 3/4ഉം 2/5 എടുക്കുമ്പോൾ ഇതിനകത്തെ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 3/4ഉം മൾട്ടിപ്ലിക്കൻ്റ് എന്ന് പറയുന്നത് 2/5ഉമാണ്. അപ്പോൾ നേരത്തെ നമ്മളൊരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും തമ്മിലുള്ളതാണ് കണ്ടത്. അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു? മൾട്ടിപ്ലിക്കൻറ്റിനെ നമ്മൾ മൾട്ടിപ്ലയറിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട്
എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 2/5 ഡിവൈഡഡ് ബൈ 4 അല്ലേ? അതെന്ന് പറയുന്നത് എന്താണ്? 2/5 ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. 4ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1/4. അപ്പോൾ 1 × 2 2, 5 × 4 20, 2/20 എന്ന് കിട്ടി. ഈ കിട്ടിയ റിസൾട്ടിനെ മൾട്ടിപ്ലയറിൻ്റെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ കിട്ടിയ റിസൾട്ടിനെ, അതായത് 2/20യെ മൾട്ടിപ്ലയറിൻ്റെ ന്യൂമറേറ്ററായ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 3 × 2 6, 6/20 എന്ന് കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് യൂസിങ് ദിസ് അണ്ടർസ്റ്റാൻഡിങ് മൾട്ടിപ്ലൈ 5/4 × 3/2. അപ്പോൾ 5/4 × 3/2 ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉപയോഗിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയേ, അവരിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. ഫസ്റ്റ് ലെറ്റാസ് റെപ്രസെൻറ്റ് 3/2 ടേക്കിംഗ് ദ യൂണിറ്റ് സ്ക്വയർ ആസ് ദി ഹോൾ സിൻസ് ദ ഫ്രാക്ഷൻ 3/2. അപ്പോൾ ഇവിടെ നോക്കിയാൽ 3/2 എന്ന് പറയുന്നതിൽ ന്യൂമറേറ്റർ ഗ്രേറ്റർ ആണ് ഡിനോമിനേറ്ററിനെ കാട്ടിൽ അല്ലേ? ഇങ്ങനെ വരുന്ന കേസിൽ ഇവിടെ എന്ത് വരും? ഹോളും വരും, ഒരു ഫ്രാക്ഷനും വരും. അതായത് ഇതിനെ നമുക്ക് 2/2 + 1/2 എന്നെഴുതാം. 2/2 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? അപ്പോൾ 1 + 1/2 എന്ന് എഴുതാം. 3/2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 + 1/2. അതായത് ഒരു ഹോളും ഉണ്ട്, ഒരു ഫ്രാക്ഷനും ഉണ്ട്. അതിനെയാണ് ദാ ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ഹോളും ഉണ്ട്, ഒരു ഫ്രാക്ഷൻ. അതെന്താണ്? ഹാഫ് ആണ് അല്ലേ? അപ്പം ഈ ഹോളിൻ്റെ ഹാഫാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനെയാണ് 3/2 ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഫോളോയിങ് the steps of multiplication, we need to first divide this fraction 3/2 into 4 equal parts. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഈ 3/2നെ നമ്മൾ എന്ത് ചെയ്യണം? 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 5/4 × 3/2നെ എങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞേ? 5/4 എന്താണ്? മൾട്ടിപ്ലയർ അല്ലേ? മൾട്ടിപ്ലയർ. 3/2 എന്താണ്? മൾട്ടിപ്ലിക്കൻറ്റ്. അപ്പോൾ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത്? മൾട്ടിപ്ലിക്കൻറ്റിനെ മൾട്ടിപ്ലയറിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 3/2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 3/2 ഇങ്ങനെ ഇതിൽ കാണിച്ചിട്ടുണ്ട്, ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 3/2നെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ഇതാ ഇവിടെ ഇങ്ങനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3/2 ഇവിടെ ഷെയ്ഡ് ചെയ്ത് യെല്ലോ ആയിട്ട് കാണിച്ചിരിക്കുന്നത് എന്താണ്? This shaded region representing the fraction obtained by dividing 3/2 into 4 equal parts. 3/2നെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ യെല്ലോ ഷെയ്ഡഡ് റീജിയൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് വരും? 3/2 എന്ന് പറയുന്നത് ഇതാണ്. ഈ 3/2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/2 × 1/4 ദാറ്റ് ഈസ് 3/8 എന്ന് വരും അല്ലേ? അപ്പോൾ അതാണ് ഈ ഷെയ്ഡഡ് റീജിയൻ 3 കാണിച്ചിരിക്കുന്നത്. ഈ ഹോളിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 8 കിട്ടും അല്ലേ? 8 ഈക്വൽ പാർട്സ് കിട്ടും. ഈ ഹോളിനെ 2 റോയും 4 കോളവുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തം ഈ 8 ഈക്വൽ പാർട്സ് വന്നു അല്ലേ? 1 2 3 4 5 6 7 8 ഈക്വൽ പാർട്സ് കിട്ടി. അപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്ത പാർട്സ് എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? ബാക്കി ടോട്ടൽ പാർട്സ് എത്ര വരും? 8. ഈ ഹോളിൻ്റെത് മാത്രമാണ് നോക്കുന്നത്, 8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/8 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ എന്താണ്? ഇനി ഈ മൾട്ടിപ്ലയറിൻ്റെ ന്യൂമറേറ്റർ കൊണ്ട് നമുക്ക് കിട്ടിയ റിസൾട്ടിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വരും? 5 × 3/8 എന്ന് വരും. മനസ്സിലായല്ലോ? 5 × 3/8 ദാറ്റ് ഈസ് 5 × 3 15, 15/8 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ 5/4 × 3/2നെ എന്ത് ചെയ്തു? ഈ 4 കൊണ്ട് മൾട്ടിപ്ലിക്കൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 3/8 എന്ന് വരും. അതുകൊണ്ട് നമ്മൾ 5 × 3/8 എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഞാനിവിടെ
മുകളിൽ കാണിച്ചിരുന്നത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഡിവിഷൻ ചെയ്യുമ്പോൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും, 4ൻ്റെ റെസിപ്രോക്കൽ എഴുതും. ഓക്കെ, ഇനി 5 × 3 15, 15/8 എന്ന് നമുക്ക് കിട്ടും. കണ്ടല്ലോ, വളരെ സിമ്പിളാണ്. പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു സ്റ്റെപ്പ് എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹോൾ വെച്ചിങ്ങനെ വരയ്ക്കുന്നത് നിങ്ങൾ അറിയണം. എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി അടുത്തത് കണക്ഷൻ ബിറ്റ്വീൻ ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ആൻഡ് ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഇനി റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷനും ഇടയിലുള്ള ഒരു കണക്ഷനാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഒരു റെക്റ്റാങ്കിളാണ് അല്ലേ. ഈ ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്ന ഈ ഫിഗറിന് ഇത്രയും പോർഷൻ നമുക്ക് എന്താണ് എന്ന് പറയാം, റെക്റ്റാങ്കിളാണ് എന്ന് പറയാം. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും എന്തായിരിക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തം എന്താണ്, ഒരു യൂണിറ്റ് സ്ക്വയറാണ്. ഇതിനെ നമ്മൾ 4 റോസും 2 കോളംസുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിലെ ഒരു പാർട്ടാണ് ഇത്. അപ്പോൾ ഇതെന്താണ്, 1/4. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പോർഷനാണിത്. അപ്പോൾ എന്ത് വരും, 1/2. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 1/2ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് വരും, 1/4. B = 1/4 കിട്ടി. ഇനി നോക്കി, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഈ യൂണിറ്റ് സ്ക്വയറിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിലെ ഒരു പാർട്ടാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഓരോ റെക്റ്റാങ്കിളും എത്രയായിരിക്കും, 1/8 സ്ക്വയർ യൂണിറ്റ്സ് ആയിരിക്കും. മനസ്സിലായല്ലോ, ഈ ഓരോ റെക്റ്റാങ്കിളും 1/8 സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഡിഡ് യു സീ എനി റിലേഷൻ ബിറ്റ്വീൻ ദി ഏരിയ ആൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്? ഇവിടെ നമുക്ക് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/8 സ്ക്വയർ യൂണിറ്റ് ആണ് എന്ന് കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്, ഈ സ്ക്വയർ യൂണിറ്റിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിലെ ഒരു പോർഷനാണ് ഈ റെക്റ്റാങ്കിൾ. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് 1/8 ആണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 1/8 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ഈ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ഇതിൻ്റെ പ്രൊഡക്റ്റും എടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 1/2 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1/4 ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, 1/8 കിട്ടും. അപ്പോൾ നോക്കിയത് ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ഓഫ് ഫ്രാക്ഷണൽ സൈഡ്സ് ഈക്വൽസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് സൈഡ്. അപ്പോൾ ഫ്രാക്ഷണൽ സൈഡ്സ് ഉള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ഇതിൻ്റെ സൈഡുകളുടെ പ്രൊഡക്റ്റും തമ്മിൽ എന്താണ്, ഈക്വൽ ആയിരിക്കും. ഇൻ ജനറൽ, if we want to find the product of two fractions, we can find the area of rectangle formed with the two fractions as its side. അപ്പോൾ നമ്മൾ 2 ഫ്രാക്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അങ്ങനെ നമുക്ക് we can find the area of the rectangle formed with the two fractions as its side. ഇതിൻ്റെ സൈഡ് ഫ്രാക്ഷൻസ് ആയിട്ട് വരുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതി. ഇനി നമുക്കൊരു ഫിഗർ ഇറ്റ് ഔട്ടാണ് ചെയ്യാനുള്ളത്. ഇതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.